ഇപ്പോൾ അവൻ്റെ കാലമാണെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എയുടെ കാലമാണ്. ഈ ചാറ്റ് GPT 10%ഓ 20%ഓ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇൻ്റർവ്യൂവിൽ കാൻഡിഡേറ്റ്സ് ചെയ്യുന്ന ഒരു 3 മേജർ മിസ്റ്റേക്സ്. ടോപ്പിക് അറിഞ്ഞില്ലെങ്കിലും അതിൻ്റെ അറൗണ്ട് കഥ പറയാൻ നോക്കും. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ തള്ളരുത് നമ്മൾ. ഏത് സ്റ്റുഡൻറ്റ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ കുറേ വർഷം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒറ്റ വേർഡ് പോലും മാറ്റില്ല. ഒറ്റ റെസ്യൂമേ ഉണ്ടാവും. ആ റെസ്യൂമേ തന്നെയാണ് എല്ലാ ജോബിനും വേണം. ഡിഫറെൻറ്റ് റെസ്യൂമേസ് ഫോർ ഡിഫറെൻറ്റ് ജോബ്. I want a person who says sorry sir, എനിക്കത് അറിഞ്ഞൂടാ. Most of these IT people get into LinkedIn to see other girls working in other IT companies. AI നമ്മുടെ ജോലി കളയും. Hi, my name is Radhakrishnan Ramanovar. I head the language learning vertical in Entri. Been working with Entri for the past 5 years. Hi, I'm Arjun Hari. I'm the lead mentor of Entri Spoken English, Kerala region. Hi, my name is Nitin Kumar. I'm the CEO of Skillmore, soft skills training firm. Hi, Nitin. നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ആണല്ലോ. ഇപ്പോൾ അവൻ്റെ കാലമാണെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എയുടെ കാലമാണ്. സോ ഒരു ഓഫീസ് അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ AI ഉപയോഗിക്കണം എന്നുള്ളതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടാസ്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ചാലഞ്ചായിട്ട് വരാറുണ്ട്. AI എത്രത്തോളം അതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്? ഇപ്പോൾ നിതിൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം അല്ലെങ്കിൽ പഠിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു 3 AI ടൂൾ ഏതൊക്കെയായിരിക്കും? AI ടൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ചാറ്റ് GPT ആണ്. ഈ ചാറ്റ് GPT കുറേ അധികം അതിൽ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു 10%ഓ 20%ഓ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ ചാറ്റ് GPT തന്നെയാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂൾ എന്ന് പറയുന്നത്, ഫ്രീ ടൂൾ. അപ്പോൾ ഈ ചാറ്റ് GPT വെച്ചിട്ട് നമ്മൾക്ക് ഓഫീസിൽ വരുന്ന ഏതൊരു ഡോക്യുമെൻ്റ്, ഇപ്പോൾ ലെറ്റേഴ്സ്, എസ്സേസ്, മെമോസ്, എന്ത് വേണമെങ്കിലും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നതാണ് നമ്മൾക്ക് പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ക്ലയൻറ്റിൻ്റെ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സെയിൽസിലെ ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക, അല്ലേ? ലൈക്ക് ഒരു പ്രോഡക്റ്റിനെ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ തന്നെ എല്ലാ ക്ലയൻറ്റിനും പറ്റിക്കൊള്ളുന്നില്ല, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൊടുക്കേണ്ടി വരും. നമ്മളുടെ ആ ഒരു പവർ പോയിൻ്റ് ഒരു കാലം ഉള്ളപ്പോൾ എല്ലാ പവർ പോയിന്റും സെയിം ആയിട്ട് തോന്നി തുടങ്ങി. അപ്പോൾ ഏത് പ്രസൻറ്റേഷന് പോയാലും സെയിം പ്രസൻറ്റേഷനാണ് കാണുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് അതിന് സഹായിക്കുന്ന കുറച്ച് AI വെബ്സൈറ്റ്സ് വന്നിട്ടുണ്ട്. പ്രസൻറ്റേഷനും ഇപ്പോൾ AI വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു 2 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട് ഒരു പ്രസൻറ്റേഷൻ. അതിൻ്റെ ഒരു ആവശ്യമില്ല, നമുക്കൊരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ലൊരു പ്രസൻറ്റേഷൻ നമുക്ക് എടുക്കാമെന്നതാണ്. അതും ഡിഫറെൻറ്റ് ആയിരിക്കും, നമ്മൾക്ക് തന്നെ സെറ്റ് ചെയ്യാം. ആക്ച്വലി ഞാൻ ഒരേ തീമാണ് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരേ തീമിലും മറ്റേ കോപ്പി പേസ്റ്റ്. ഇതിപ്പോൾ ഓരോ കമാൻഡ് കൊടുക്കുമ്പോഴും ഓരോ കമാൻഡും നമ്മൾക്ക് ഇഷ്ടമുള്ള എലമെന്റ്സ് അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള 2 ടൂളാണ് സ്ലൈഡ് ബീൻ എന്നുള്ളൊരു വെബ്സൈറ്റും പിന്നെ ഒരു പിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വെബ്സൈറ്റും. വെരി വെരി ഫ്രണ്ട്ലി ആണ്, നമുക്ക് ഈസി ഓഫ് യൂസും ആണ്. ഓക്കെ, ഇത് അപ്പോൾ ഒരു ബിഗിനർക്കൊക്കെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും. ഫേസ്ബുക്ക് യൂസ് ചെയ്യാറുണ്ടോ? ഫേസ്ബുക്ക് എന്നാൽ ഇത് ഈസി ആയിട്ട് ചെയ്യാം. അത്രയും ഈസി ആയിട്ട്. ഓക്കെ, സോ ദ തേർഡ് വൺ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. നമ്മളിപ്പോൾ ഓഫീസിൽ ഫുള്ള് ടാസ്ക് ഓറിയൻറ്റഡ് കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഒരു ടീം വർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ട്രെലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ്, വെബ്സൈറ്റാണ്. അപ്പോൾ അത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പെയ്ഡ് അപ്പ് വേർഷൻസും ഉണ്ട്. ഇതിൽ ഫുൾ ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് തന്നെ സെറ്റ് ചെയ്യാം, ഇന്ന ടാസ്ക് ചെയ്യണം എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് ടാസ്ക് ഓൾറെഡി റണ്ണിങ് ആണെങ്കിൽ വി ക്യാൻ മൂവ് ഇറ്റ് ഇൻ ടു എ സെപ്പറേറ്റ് കോളം. Tasks which are completed, we can move it into another column which are completed. Correct. അപ്പോൾ എല്ലാവർക്കും ഈ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഇതിലേക്ക്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഇത് കാണാൻ പറ്റും. അപ്പോൾ ഈച്ച് ടാസ്കും നമ്മൾക്ക് വി ക്യാൻ allocate it to the different team members also. സോ അൺലൈക്ക് ചാറ്റ് GPT നമുക്ക് ട്രെലോ ഉപയോഗിക്കുന്ന ഒരു ടീം വർക്കിന് ഏറ്റവും നല്ലതെന്നാണ് പറഞ്ഞത്. Yes. Teamwork, individual also it can be used, but teamwork it is very very effective. So like people are only aware of this chat GPT, right? Like ഈ ട്രെലോ ഒന്നും ആരും ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മളുടെ EPT പ്രോഗ്രാമിലും ട്രെലോ നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ടീമായിട്ട് തന്നെ. സോ ഇറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ. ഓക്കെ,
Actually, within Entri, a couple of teams are actually using Trello. Okay. Basically, product team, I think, used to use Trello for tracking the stages of product development. So it's a very nice tool, like you said. We have used Trello in some kind of like business management lead pipelines. So the CEO has a view ഓഫ് ഓക്കെ ഏതൊക്കെ ഏതൊക്കെയാണ് വരാൻ പോകുന്നത്, ഏതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തു, എത്ര കമ്പനീസിനെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്തു. സോ ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട്, ആൻഡ് യു ക്യാൻ ഓൾസോ പുട്ട് റിയൽ ടൈം അപ്ഡേറ്റ്സ്. സോ നോട്ട് ജസ്റ്റ് ദ CEO ബട്ട് ദി എൻറ്റയർ people working on that project has a view. So it's a very interesting tool. So what do you feel the difference like before Trello and after Trello? So I would say, like, if you look at all organizations, ഒരു ഫസ്റ്റ് ലെവൽ ഇപ്പോഴും ഗൂഗിൾ ഷീറ്റ്സിലാണ് പല കാര്യങ്ങളും നടക്കുന്നത്. സോ ഐ തിങ്ക് even when you say Google Sheets, like let's say managers, when they review the points discussed തലേ ദിവസം, ഒരു ഗൂഗിൾ ഷീറ്റ് എത്രത്തോളം ഡെപ്തിൽ വ്യൂ കിട്ടും, ഓർ എത്രത്തോളം ടാസ്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, എത്രത്തോളം ആൾക്കാരുടെ മറ്റേ ടീം വർക്ക് പെൻഡിങ് ആണ് എന്നൊക്കെയുള്ളൊരു വ്യൂ കിട്ടാൻ ഭയങ്കര പാടാണ്. So purely on a management perspective, this Trello will help you. Management എന്ന് ഞാൻ പറയുന്നത്, it's not for just managers, it is management of your own work. Okay. So you for can, the entire team. For the entire team, and your like Nitin said, personally. So if I want, like I have like 10 things to do. Let's say it is two of them is work with Malayalam team today, 3, 4, 5 is work with Tamil, 6, 7 is work with Hindi. So when I say 6, 7, 5, 6, 7, അതൊക്കെ ഞാൻ denote ചെയ്യുന്ന number of hours I will put in versus the results that will come in each of these region ആയിരിക്കും. സോ അതിൻ്റെ ഒരു വ്യൂ എനിക്ക് കിട്ടണമെങ്കിൽ ഈ ട്രെല്ലോ മൈരിയിലെ ടൈം മാനേജ്മെൻറ്റ് ആപ്സ് ഉണ്ട്. ഇറ്റ്സ് വൺ ഓഫ് ദം, ബട്ട് ലൈക്ക് ആസ് നിതിൻ സെഡ്, ദീസ് ആർ തിങ്സ് ദാറ്റ് വി നീഡ് ടു ബി എക്വിപ്ഡ് ഓർ അവെയർ അബൌട്ട്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആദ്യം അച്ചീവ് ചെയ്യേണ്ട ഒരു 3 അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു 3 AI ടൂൾസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, എനിക്ക് ലെവൽ യു അപ്പ് ഇൻ ദി വർക്ക് പ്ലേസ്. എനിക്കിതിൽ ഭയങ്കര ഒരു സഹായമായിട്ട് തോന്നിയൊരു കാര്യം, ഈ വർക്ക് എപ്പോൾ തീരും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടുന്നതാണ്. മറ്റേ ഗൂഗിൾ ഷീറ്റ്സിനൊന്നും അത് നമുക്ക് കിട്ടുന്നില്ല കൃത്യമായിട്ട്. എല്ലാവർക്കും ഒരു ഓണർഷിപ്പ് ഉണ്ടാവും. സി ഐ തിങ്ക് ദ ക്വാളിറ്റി ഓഫ് വർക്ക്, ഒരു വർക്കിൻ്റെ ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് വരുന്നത് ആ എല്ലാ ടീം മെമ്പേഴ്സിൻ്റെയും ഔട്ട്പുട്ടും അവരുടെ ക്വാളിറ്റിയിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ ആ എല്ലാ ടീം മെമ്പറിൻ്റെയും ക്വാളിറ്റിൻ്റെ ഒരു വിസിബിലിറ്റി കിട്ടുന്നത് ഇങ്ങനത്തെ മാനേജ്മെൻറ്റ് ടൂൾസിലാണ്. സോ ദാറ്റ് ഇസ് വൈ ട്രെല്ലോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് വെൻ ഐ ഹവ് put a task saying I have to design banners and tagged the person in the growth team. ഗ്രോത്ത് ടീമിൻ്റെ ആൾക്കൊരു റെസ്പോൺസിബിലിറ്റി വന്നു കഴിഞ്ഞു, അവിടെ ഇന്ന ടൈമിൽ പറഞ്ഞ് ഡെലിവറി ഡേറ്റിൽ വന്ന് അയക്ക് അപ്ഡേറ്റ് ചെയ്യണം, ടാസ്ക് ഡൺ എന്ന് പറഞ്ഞിട്ട്. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു ബിൽഡ് ഓണർഷിപ്പ്, ആൻഡ് ഓണർഷിപ്പ് ക്രിയേറ്റ്സ് വാല്യൂ. സോ അതാണ് ഐ തിങ്ക് ഇങ്ങനത്തെ ടൂൾസിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ടിവിറ്റി ഹാക്ക്, ദാറ്റ് വി നീഡ് ടു ഓൾവേസ് ഡിസൈൻ tools or develop skills that add value. ഓക്കെ, ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ഒരു കരിയർ ഗ്രോത്തിൽ ടൈം മാനേജ്മെൻറ്റ് ഒരു സ്കില്ല് തന്നെ വേണം. അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? So I think time management is a very, very subjective topic. Like, let's start with that, right? Like what works for me, ചിലപ്പോൾ അത് അർജുന് വർക്ക് ചെയ്യുന്നില്ല, നിതിന് വർക്ക് ചെയ്യണമെന്നില്ല. സോ അതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൗ ഡു യു അപ്രോച്ച് വർക്ക്? ദർ ആർ മൾട്ടിപ്പിൾ സെൽഫ് ഹെൽപ്പ് ബുക്സ്. അതിൽ പേഴ്സണലി എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ നമ്മുടെ CEO ഹിസാം റെക്കമെൻഡ് ചെയ്ത കാൽ ന്യൂപോർട്ടിൻ്റെ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞ ബുക്കാണ്. ഇറ്റ് കൈൻഡ് ഓഫ് ടെൽസ് യു ഹൗ ടു ഫോക്കസ് ആൻഡ് ഗെറ്റ് ദ ബെസ്റ്റ് പ്രൊഡക്ടിവിറ്റി ഇൻ ദിസ് ഡിസ്ട്രാക്റ്റഡ് വേൾഡ്. നൗ വെൻ ഐ സേ ഡിസ്ട്രാക്റ്റഡ് വേൾഡ്, വി ആർ maybe 100 times getting more notifications than like 5 years before, 100 times getting more videos than 5 years before. So our mind before 5 years versus now is also very different, drastically different. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് നമുക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അർജുൻ എത്ര ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന അറിയില്ല, നിതിൻ എത്ര ഫേസ്ബുക്ക് യൂസ് ചെയ്യും, യൂട്യൂബ് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സോ അതാണ് ഞാൻ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞത്, ഇറ്റ്സ് എ വെരി സബ്ജക്റ്റീവ് ടോപ്പിക്. So based on all of these things, how do you manage the best way is focus on the top most important priority work without any distraction. Keep your phone away, everything.
for 2 hours or 3 hours, if you're able to put in that work, I won't include it in like a meeting that you're having with others. This is like single brain work that you're doing by yourself. അങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ബാക്കി ടൈം വി ക്യാൻ ഡൂ വിത്ത് മീറ്റിംഗ്സ്, വി ക്യാൻ ലൈക്ക് മേക്ക് തിങ്സ്. ഇപ്പോൾ ഈ ഫസ്റ്റ് 2-3 hours നമ്മൾ ഡിസ്കസ് ചെയ്തത് ദ ബെസ്റ്റ് വേ വി ക്യാൻ എക്സിക്യൂട്ട് വിത്ത് അവർ ടീം മെമ്പേഴ്സ്. So that 2 to 3 hours of deep work is very important. Often, like unfortunately, often we get carried away going to office at 10 in the morning. 1 മണിക്കൂർ എന്തെങ്കിലും റിപ്പോർട്ടും മീറ്റിങ്ങും ചെയ്യും. 11 മണിക്ക് ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ കൊളീഗ്സായിട്ട് ഒരു ചായ കുടിക്കാൻ പോകും. അപ്പോഴത്തേക്കും 12 മണിയായി. പിന്നെ വരുന്നത് അടുത്ത മീറ്റിംഗ് എന്തെങ്കിലും 2-3 മീറ്റിംഗ്സ് വല്ലതും ചെയ്യും, ഡിസ്കസ് ചെയ്യും. പിന്നെ അപ്പോഴത്തേക്ക് 1 മണിയായി. സോ ഈ ഒരു ഓഫീസ് എൻവയറമെൻറ്റിൽ തന്നെ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് വളരെ ചില മെജോറിറ്റി ഓഫ് ദ കേസസിൽ ഫ്ലോഡ് ആവുന്നുണ്ട്. So we need to identify all of that, work on the things that will bring us maximum value and output and outcome for what that particular piece of work is you're doing English mentoring, you're the lead mentor for English. So you will have to focus on whatever the best way a English learner can probably excel. For me, it is how language learning across Entri can work the best way possible. So ഏതൊക്കെ റീജിയൻസിൽ, ഏതൊക്കെ കാറ്റഗറീസിൽ, ഏതൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇൻപുട്സ് കൊടുത്താലാണ് ഏറ്റവും ബെസ്റ്റ് ഔട്ട്കംസ് എന്ന് തിങ്ക് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഡീപ്പ് വർക്ക്. സോ ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ടു ഐഡൻറ്റിഫൈ വാട്ട് ഇസ് ദാറ്റ് നീഡിൽ മൂവർ. But apart from that, like it is very important because time is money. End of the day, like നമ്മൾ കോളേജ് പാസ് ഔട്ട് ചെയ്ത് ഒരു സ്റ്റാർക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പീപ്പിൾ ഹു ഹാവ് മെയ്ഡ് ഇറ്റ് സക്സസ്ഫുൾ വേഴ്സസ് പീപ്പിൾ ഹു ഹാവ് നോട്ട് മെയ്ഡ് ഇറ്റ് സക്സസ്ഫുൾ എന്ന് നോക്കുകയാണെങ്കിൽ പീപ്പിൾ ഹു ഹാവ് മെയ്ഡ് ഇറ്റ് സക്സസ്ഫുൾ വിൽ ഓൾവേസ് സേ time is more important than money. Yeah, definitely. So അത് നമ്മുടെ മൈൻഡിൽ, എല്ലാവരുടെ മൈൻഡിലുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി പവർഫുൾ തോട്ട്. ബിക്കോസ് ടൈം നമുക്ക് ഒരു ഇറ്റ്സ് എ വെരി മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് ഇന്ന് വരാൻ പോകുന്നോ ഇല്ലെങ്കിൽ നാളെ വരാൻ പോകുന്നോ ആയിരിക്കില്ല. ഇന്നത്തെ സെക്കൻഡ്സ് ആർ ഗോയിങ് ടു ബി യുവർ ഫ്രീ അവേഴ്സ് ഓഫ് ടുമോറോ. സോ അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ആൻഡ് ദാറ്റ് ഫ്രീ അവേഴ്സ് ഓഫ് ടുമോറോ will result in you spending time with your loved ones, you spending time driving your favorite fast car, you going to your most favorite country abroad, multiple things. So I would suggest that importance of time management is we have to be very focused on those 2 to 3 hours of what will bring us maximum value, and then kind of be staying away from this distracted world because it's always coming and giving you notifications or hey, look at me, let's get distracted alerts. So I think that's what my view on time management that is a really like interesting point. Like നമ്മളൊരു ലൈക്ക് 1 lakh or 1.5 lakh കൊടുത്തിട്ടാണ് ഏറ്റവും സ്പെസിഫിക്കേഷൻസ് കൂടിയ ഫോൺ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഫോണിനെ ഏറ്റവും മിനിമൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ തിങ്സ് ദാറ്റ് വി ഹാവ് ഇൻ ദ ഫോൺ. ഇപ്പോൾ ഈ ഒരു റാഡി പറഞ്ഞതുപോലെയാണ് ലൈക്ക് ഒരു 2 to 3 hours ഓഫ് ബ്രെയിൻ വർക്ക് ഇറ്റ് ഈസ് റിയലി നീഡഡ്. സോ ഹൗ യു ട്രെയിൻ പീപ്പിൾ ഫോർ ലൈക്ക് ദിസ് തിങ്, ടൈം മാനേജ്മെൻറ്റ്? For time management, what I personally recommend is to have a audit, ഒരു time audit തയ്യാറാക്കുക. That is the best way for a beginner to have a good time management in their life. അതുണ്ടാവുന്നത് you can start with the morning activities. At this time you can do this. You will wake up at this time, you will have a morning walk and you will come back. So every activity you have a time allocated. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ you will have specific like time for everything. പിന്നെ you have the job like work related things also. അപ്പോൾ നമുക്കറിയാം വർക്കിന് വേണ്ടി ഒരു 8 hours 10 hours മാറ്റി വയ്ക്കുക, ബാക്കിയുള്ളൊരു 2 hours ഒരു പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പം അങ്ങനെ വെൻ യു റൈറ്റ് ഇറ്റ് ഓൺ പേപ്പർ ഇറ്റ് ബിക്കംസ് ഈസിയർ. അതൊരു 3 മാസം പ്രാക്ടീസ് ചെയ്താൽ വിൽ ബിക്കം ദ ബെസ്റ്റ്. സോ ലൈക്ക് നമ്മൾ ഒരു ജോബൊക്കെ സീക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജോബ് ഹണ്ടിങ്ങിൻ്റെ സമയത്തൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിൻ ആണ്.
സോ വിച്ച് ആർ ദി ഓൾട്ടർനേറ്റീവ്സ്? അത് ലിങ്ക്ഡിൻ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ഏതൊക്കെ നമുക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്? അതേപോലെ തന്നെ ലിങ്ക്ഡിനിൽ ഞാനൊക്കെ ഒരുപാട് അബദ്ധം ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞതിന് ശേഷമാണ് നമുക്കത് അത് മാറ്റിയിരുന്നെങ്കിൽ എത്രയോ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് എത്താൻ പറ്റുന്നുള്ളൊരു റിയലൈസേഷൻ വരുന്നത്. സോ ലിങ്ക്ഡിനിൽ ആൾക്കാർ ചെയ്യുന്ന ഒരു 3 മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ലിങ്ക്ഡിൻ നമ്മൾ വൈ ലിങ്ക്ഡിൻ ഇറ്റ് ഈസ് മെയിൻലി ഫോർ നെറ്റ്വർക്കിംഗ് അല്ലേ? ഓക്കെ, നമ്മളെ തന്നെ ഒരു മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ടൂളുമാണ് ലിങ്ക്ഡിൻ. കൈൻഡ് ഓഫ് ബ്രാൻഡിങ്, yeah, personal branding. So the main thing, the mistakes, or maybe they are not aware of it. നമ്മളുടെ പ്രൊഫൈൽ, when they keep the picture, maybe they keep a picture of it is not a professional one. ഇതൊരു പ്രൊഫഷണൽ ഏരിയ ആണ് ലിങ്ക്ഡിൻ. So the profile picture should be a minimum level of a formality, a formal picture kind of thing. നോ സെൽഫീസ്. ഒരു സെൽഫി, പിന്നെ ഒരു സിംഹത്തിന്റെ കൂടെയുള്ള പിക്ചറും ഇതൊക്കെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയിട്ട് സിംഹത്തിനായിരിക്കും. പിന്നെ പ്രൊഫൈലും കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, പ്രൊഫൈൽ ഇസ് നോട്ട് കംപ്ലീറ്റ്. അപ്പോൾ ചെയ്ത എല്ലാ കാര്യങ്ങളും യു റൈറ്റ് ഇറ്റ് ഡൗൺ, ആ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കുക. സോ ദിസ് ഇസ് ദ വൺ മിസ്റ്റേക്ക് ദാറ്റ് ഐ ഹാഡ്. നമ്മൾ എൻ്റെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിരുന്നില്ല. ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. ചിലത് നമ്മൾ മാറ്റി വയ്ക്കും, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വയ്ക്കും. അതൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ജോലിയിൽ നിന്ന് പിന്നെയും ബാക്കിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. അതെ. Second thing I can say that it is a networking site. So you have to network with the right kind of people. അപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ ഫോളോ ചെയ്ത് കുറേ ഫോളോവേഴ്സ് കൂട്ടുമല്ല, ഫോളോയിങ് കൂട്ടുമല്ല. വി ഹാവ് ടു ഫോളോ ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. സോ ഇഫ് യു ആർ ഇൻ എ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഏരിയ or a IT background, so you have to follow those kind of people first. ബാക്കിയുള്ളവരെ ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരെയും ഫോളോ ചെയ്താൽ പെട്ടെന്ന് ജോലി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ വിചാരിച്ച് വയ്ക്കുന്നത്. പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ദെയർ സ്കിൽസ് ആ, ഇത് ഞാൻ ആരൊക്കെ ചെയ്യണം, എൻ്റെ ഒരു കരിയർ എങ്ങനെയാണെന്ന്, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും എല്ലാവരെയും ഫോളോ ചെയ്തിട്ട് വിടുന്നുണ്ടാവുക. ഇതിപ്പോൾ ഒരു IT പേഴ്സൺ കാണുമ്പോൾ ഇയാൾ IT ചെയ്തിട്ടുണ്ട്, പ്രൊജക്ട് മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് എൻ്റർടൈൻമെൻറ്റും ചെയ്തിട്ടുണ്ട്, എന്താണ് എങ്ങനത്തെ ആളാണ്, ആരാണ്, ഹൂ ക്യാൻ റെക്കമെൻഡ് ഹിം. സോ എവറിത്തിങ് ഗോസ് ഓൺ. അപ്പോൾ ദിസ് ഇസ് ദ സെക്കൻഡ് തിങ്. ദ തേർഡ് തിങ് ഐ ക്യാൻ സേ ഇസ് ദാറ്റ് branding yourself in the LinkedIn space. So we have to create our own content. So we read if it is an IT thing. Correct. So we write about any aspect of IT and post it. Okay. So let people read it and find out who you are, the right kind of person you are. അപ്പോൾ ഈ ഒരു കണ്ടന്റ് റൈറ്റിംഗ് is a very big thing. So nobody is doing it. നമ്മൾ കുറേ പേരെ ഫോളോ ചെയ്തു, കുറേ പേരെ ഇങ്ങോട്ട് ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ബട്ട് വി ആർ നോട്ട് യൂസിങ് ദ ലിങ്ക്ഡിൻ സ്പേസ്. കറക്റ്റ്. സോ വി ഹാവ് ടു റൈറ്റ് കണ്ടന്റ് ആൻഡ് മേ ബി റിപ്ലൈ ടു അതേഴ്സ് കണ്ടന്റ്. ഓക്കെ. സോ വി ആർ ബിൽഡിങ് അവർ സെൽഫ്. ഓക്കെ, ദിസ് ഗൈ നോസ് സംതിങ്. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാം. സോ ഇഫ് യു ആർ ഹണ്ടിങ് ഫോർ എ ജോബ്, ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് ടൈം ഓൺ ഇൻസ്റ്റാഗ്രാം ഓർ Facebook, you have to invest your time on LinkedIn. Exactly. Very important. ഈ കോണ്ടന്റ് ക്രിയേഷൻ അവിടെയും സെറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് അത്ര അവെയർ അല്ലായിരുന്നു കേട്ടോ. അവിടെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നത് എത്രത്തോളം ആണെന്നുള്ളത് അത് വാലിഡ് പോയിന്റ് ആണ് അത്. സോ ഈ കോണ്ടന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടി വരിക? Content, as I told you earlier, if you are in a IT space, you want an IT job specifically into AI, so you can write about all these Python programming, how you did a project you did, and what was the outcome. So you write the story
let others read it and come to you. ഓക്കെ. So if you go on writing some 5-10 stories, people will get attracted to you. Correct. That is 100% sure. ഇത് ഒരു പ്രശ്നമാണ്. ലിങ്ക്ഡിൻ എപ്പോഴും എല്ലാവരും കാണുന്നത് ഒരു ജോബ് തരുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമായിട്ടാണ്. അതായത് അതിൽ ലിങ്ക്ഡിൻ്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓപ്പൺ ടു വർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനീസ് എന്നെ തേടി വരും എന്നുള്ള രീതിയിലാണ് മിക്കവാറും ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതിലൂടെ ഒരു ബ്രാൻഡിങ് എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അത് എനിക്കൊരു പോയിന്റ് മേ ബി കംപ്ലീറ്റ്ലി ഓണസ്റ്റ് ആയിട്ടുള്ളൊരു മൈ റിവ്യൂ ഓഫ് ദ ടൈംസ് ലിങ്ക്ഡിൻ ഹാസ് ഇവോൾവ്ഡ് ആണ്. കോളേജിൽ പഠിക്കുമ്പോൾ ലിങ്ക്ഡിനിൽ ഐ മീൻ ഓഫ് കോഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. വി വർ പാസിങ് ഔട്ട് ലൈക്ക് 2009. കോളേജ് പാസ് ഔട്ട് ചെയ്തു, ഇൻഫോ പാർക്കിലാണ് ജോലി കിട്ടിയത് ലൈക്ക് എവറി അതർ പേഴ്സൺ ബാക്ക് ദെൻ. IT ആണ് ഗ്രാജുവേറ്റ് ചെയ്തത്. സോ ഇൻ ഇൻഫോ പാർക്ക് മോസ്റ്റ് ഓഫ് ദീസ് IT പീപ്പിൾ used to get into LinkedIn to see or like send requests to other girls working in other IT companies. So, this is the reality. Like people had no clue what is LinkedIn. എന്തുകൊണ്ടാണ് കാണാൻ കൊള്ളാവുന്ന HRസിന് അങ്ങോട്ട് റിക്വസ്റ്റ് വിടും, എംപ്ലോയീസിന് റിക്വസ്റ്റ് വിടും. ഇതായിരുന്നു സത്യത്തിൽ ലിങ്ക്ഡിൻ. അതിപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദിസ് ഇസ് ലൈക്ക് ബാക്ക് ഇൻ 2012-11 ആ ഒരു ടൈമിൽ. So that was what is happening back then. Okay, so from then I can see LinkedIn has also evolved drastically. Like not just like what all Nitin has mentioned about you having a space to represent yourself, but also you having a space to learn. Like LinkedIn learning തന്നെ ഇപ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. LinkedIn networking പറഞ്ഞ മാതിരി is become a very important thing. Tomorrow if someone wants to go get a look at a company, ആ കമ്പനീൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു ലെജിറ്റിമേറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്ന അവരുടെ കമ്പനീൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ പോയാലാണ്. എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അടിയിലുള്ള എംപ്ലോയീസ്, അതിൻ്റെ അടിയിലുള്ള എംപ്ലോയീസ് എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കൂടെയുള്ള ലീഡർഷിപ്പ് എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഓൾ ഓഫ് ദീസ് തിങ്സ് മേക്ക് എ കമ്പനി ഫൗണ്ടേഷനലി സ്ട്രോങ്. സോ ഇതൊക്കെ തരുന്ന ഒരു ട്രൂത്താണ് LinkedIn. So it is very important. I mean, even though I started out like the fun ആയിട്ട് തുടങ്ങിയ ഒരു കോണ്ടെക്സ്റ്റ് ആണെങ്കിലും point is very important ആണ് to have a presence in LinkedIn, like how Nitin and you are mentioning.